2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപായി ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അവസരം നൽകാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു. ഈ വിഷയത്തിൽ വരുന്ന ചൊവ്വാഴ്ചയ്ക്കകം കൃത്യമായ മറുപടി നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട 10,000-കണക്കിന് ഉദ്യോഗസ്ഥർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന പരാതി വ്യാപകമാണ്. ഇതിനെതിരെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന പ്രധാന പരാതികൾ പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ആസൂത്രണ പിഴവുകൾ വ്യക്തമായി കാണാം. പരിശീലന ക്ലാസുകൾക്കിടയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പ്രായോഗികമായി പലയിടത്തും സമയത്തിന് ബാലറ്റ് പേപ്പറുകൾ എത്തിക്കാൻ സാധിച്ചില്ല. ഇത് ഉദ്യോഗസ്ഥരുടെ പ്രാഥമികമായ വോട്ടവകാശത്തെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിസന്ധിയിലാക്കി. തുടർന്ന് അതത് നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളെ ആശ്രയിച്ചവർക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായത്. പല കേന്ദ്രങ്ങളിലും ബാലറ്റ് പേപ്പറുകളുടെ ലഭ്യതക്കുറവ് മൂലം ജീവനക്കാർക്ക് വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് വോട്ട് ചെയ്യാമെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും അവിടെയും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഡ്യൂട്ടി സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ചതിന് ശേഷമാണ് പലയിടത്തും ബാലറ്റുകൾ എത്തിയത്. ഈ സാങ്കേതികവും ഭരണപരവുമായ പാളിച്ചകൾ കാരണം 10,000-കണക്കിന് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നത് ഒട്ടും പ്രായോഗികമല്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തപാൽ ബാലറ്റുകൾ വീണ്ടും വിതരണം ചെയ്യുന്നതും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പുനഃസ്ഥാപിക്കുന്നതും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രഹസ്യാത്മകതയെയും പവിത്രതയെയും സാരമായി ബാധിക്കുമെന്ന് കമ്മീഷൻ കോടതിയിൽ വാദിച്ചു. വോട്ടെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് വലിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾക്കും ഭരണപരമായ പ്രതിസന്ധികൾക്കും കാരണമാകുമെന്നാണ് കമ്മീഷന്റെ പ്രധാന വാദം. ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നത് ജനാധിപത്യപരമായി ശരിയല്ലെന്ന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. വോട്ടെടുപ്പ് ദിവസം വിശ്രമമില്ലാതെ ജോലി ചെയ്ത തങ്ങൾക്ക് സ്വന്തം വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തത് ജനാധിപത്യത്തെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ഉദ്യോഗസ്ഥ സംഘടനകൾ ആരോപിക്കുന്നു. 10,000-ലധികം വോട്ടുകൾ ഇത്തരത്തിൽ പെട്ടിയിലാകാതെ പോകുന്നത് അന്തിമ തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചേക്കാം എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. വോട്ടെണ്ണലിൽ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹൈക്കോടതിയുടെ വരാനിരിക്കുന്ന ഉത്തരവ് ഏറെ നിർണായകമാണ്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി വിധി ഉണ്ടായാൽ അത് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒന്നായി മാറും. വോട്ടെണ്ണൽ തീയതിക്ക് മുൻപ് പ്രത്യേക ക്യാമ്പുകൾ വഴിയോ മറ്റോ വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കുമോ എന്നാണ് ഉദ്യോഗസ്ഥ ലോകം ഉറ്റുനോക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട 10,000-കണക്കിന് ഉദ്യോഗസ്ഥർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തത് ജനാധിപത്യപരമായ വലിയൊരു വീഴ്ചയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വോട്ടവകാശം ഉറപ്പുവരുത്തേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ആസൂത്രണ പിഴവുകൾക്കെതിരെ ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കമ്മീഷൻ നിരത്തുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കോടതി എടുക്കുന്ന തീരുമാനം വരാനിരിക്കുന്ന വോട്ടെണ്ണലിലും ഭാവിയിലെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലും നിർണായകമാകും. ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണത്തിലായിരിക്കും ഇനി ഉദ്യോഗസ്ഥ ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും.